വർഗീയ പരാമർശം നടത്തിയതിന് ജി സുധാകരനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ആലപ്പുഴ മത്സ്യത്തൊഴിലാളി യൂണിയൻ. അതായത് അവര് ജി സുധാകരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കളർകോട് ക്ഷേത്രത്തിൽ മീൻ മണമുള്ള മണലടിച്ചു എന്നുള്ള രീതിയിൽ ഒരു വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ട് സുധാകരനെതിരെ ഇപ്പൊ പരാതി പോയിട്ടുണ്ട്. ഇപ്പം ജി സുധാകരൻ കഴിഞ്ഞ കുറച്ച് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചകളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഈ പറയുന്ന മീഡിയാസിലെല്ലാം ഇങ്ങനെ മുഴങ്ങി കേട്ടോണ്ട് നിന്ന പേരാണ്. നീ അവസാന സമയത്ത് കുറച്ചും കൂടി ഒന്ന് വൈറലാവാൻ നോക്കിയതാണോ അതോ പഴയ മണ്ടത്തരം തന്നെ? സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് നല്ല ധൈഷണിക ബോധമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം സുധാകരൻ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ തടിച്ചുകൂടി നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു സഖാവിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തുനിന്ന സമയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കാൻ തടിച്ചുകൂടിയ ഒരു വലിയ സഖാക്കന്മാരുടെ കൂട്ടമുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു വലിയ അണികളുണ്ടായിരുന്ന, വലിയ പ്രവർത്തകരുണ്ടായിരുന്ന, ശിഷ്യഗണങ്ങളുണ്ടായിരുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പതനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ദാരുണമായ പതനം എന്ന് പറയുന്നതാണ് ശരിക്കും ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് നമുക്ക് കാട്ടിത്തരുന്നത്. ഇപ്പം ഇത് പറയാം, കളർകോട് ക്ഷേത്രത്തിൽ മീൻമണമുള്ള മണൽ കൊണ്ടുവന്ന് അടിച്ചു. എന്തൊരു വിവരക്കേടാണ് പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത്ര കാലം പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഈ പറയുന്ന ജി സുധാകരൻ്റെ പ്രസംഗമൊക്കെ കേട്ട് വളർന്നു വന്ന ഒരു തലമുറ ആലപ്പുഴയിലുണ്ടെന്നേ. ആലപ്പുഴയുടെ മണ്ണിലുണ്ട്. അവരിപ്പോഴും പിടിക്കുന്ന കൊടിയുടെ നിറം ചെങ്കൊടി തന്നെയാണ്. അവർ ഈ ജി സുധാകരൻ പ്രസംഗിച്ച മതേതരത്വത്തെക്കുറിച്ചും ഈ പറയുന്ന ജാതീയ ധ്വംസനങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ട് പഠിച്ച ഒരു വിഭാഗം ആളുകൾ, പ്രവർത്തകർ, അണികൾ നിരവധിയുണ്ട് ആലപ്പുഴയിൽ ഇപ്പോഴും. അവരുടെ മനസ്സിലൊക്കെ എടുത്തു വെച്ചിരുന്ന ഒരു വലിയ ഒരു പദവിയായിരുന്നു ശരിക്കും ജി സുധാകരൻ്റേത്. അദ്ദേഹം സ്വയം അത് നഷ്ടപ്പെടുത്തി കളയാണ്. ഈ ശരിക്കും പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ മീൻമണമുള്ള മണൽ കൊണ്ട് എന്താണ് ജി സുധാകരൻ ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. എന്താണ് ശരിക്കും ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇങ്ങനെ പറയുന്നതിലൂടെ പൊതുജനത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ അമ്പലപ്പുഴ പോലെ ഒരു തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ UDF-ന്റെ. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കേണ്ടത്? ആരെ സന്തോഷിപ്പിക്കാനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? 5000-ഓളം BJP വോട്ടുകൾ തനിക്ക് വന്ന് ചേരും എന്ന് പച്ചയ്ക്ക് പ്രഖ്യാപിച്ച ഒരു UDF-ന്റെ നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹത്തിൽ നിന്ന് ഇതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് ജനം വിധി എഴുതുന്നേ. അമ്പലപ്പുഴയിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല. അവർക്ക് ബോധമുണ്ട്, നല്ല രാഷ്ട്രീയ കാര്യപ്രാപ്തിയുണ്ട്, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയ മതേതര ബോധമുണ്ട്. ഇടയ്ക്ക് പറയുന്ന അവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന, അവിടെ എന്തോ പിന്നെ അത് അന്വേഷിക്കുകയും അതിനകത്ത് SP-ക്ക് പരാതി കൊടുത്തു. അവിടെ ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു അത്രേ, അമ്പലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട്. അതിൽ കഴമ്പില്ല എന്ന് SP എഴുതി കഴിഞ്ഞു. ആ അന്വേഷണം നടത്തിയതിനു ശേഷം ഇങ്ങനെയൊക്കെയാണ് ഒരു നാടിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയേണ്ടത്. ഏത് തരം രാഷ്ട്രീയമാണ് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്ത് തരം രാഷ്ട്രീയമാണിത്? കഴിഞ്ഞ ദിവസം CS സുജാത, എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലെ വനിതാ നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയായ ഒരു നേതാവാണ് പിന്നെ CS സുജാത എന്ന് പറയുന്നത്. ആ CS സുജാത കഴിഞ്ഞ ദിവസം H സലാം എന്ന് പറയുന്ന ഒരാളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകും. സ്വാഭാവികം, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനോടും പ്രവർത്തകയോടും പാർട്ടി നിർദ്ദേശിക്കുന്നിടത്ത് പോയി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളിയാവുക എന്നുള്ളത് ഒരു പാർട്ടി മെമ്പറുടെ കടമയാണ്. CS സുജാതയോട് അവിടെ പോകാൻ പറഞ്ഞു. അതിന് ജി സുധാകരൻ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? അതായത് പിന്നെ മുല്ലപ്പൂവും ചൂടി തുളസിപ്പൂവും വെച്ചുകൊണ്ടാണ് നായന്മാരുടെ വീടുകളിലേക്കാണ് CS സുജാത പോയത്. നായരാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തലയിൽ പൂക്കൾ വെച്ചുകൊണ്ട് പോയതെന്ന്. ഇങ്ങനെയാണോ ഒരു പരാമർശം നടത്തേണ്ടത്? ഇങ്ങനെയാണോ ഒരു പരാമർശം നടത്തേണ്ടത്? CS സുജാത എന്ന് പറയുന്ന നേതാവിനെ കായംകുളത്തുള്ളവർക്കും ആലപ്പുഴക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന നേതാവ് തന്നെയാണ്. ഇത്രയും കാലം CS സുജാത എന്ന് പറയുന്ന ഒരു നേതാവ് പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ആ CS സുജാത ഒരു ചെറിയ നിസാര കാര്യത്തിന് പോലും താൻ കൊണ്ടു നടക്കുന്ന ആദർശങ്ങളെ കൈവിടില്ല എന്നും ഉറപ്പ് ഈ നാട്ടുകാർക്കുണ്ട്. CS സുജാതയെ വിശ്വസിക്കുന്ന അവരുടെ ആലപ്പുഴക്കാർക്കുണ്ടെന്നേ. കായംകുളമാണ് അവരുടെ സ്വദേശം. അവിടുത്തെ ജനങ്ങൾക്കറിയാം CS സുജാതയെ അന്ന് കണ്ട വേഷം എങ്ങനെയാണ്, ഇന്ന് കാണുന്ന വേഷം എങ്ങനെയാണെന്നും. ഒരു എന്താ പറയുക, ഒരു കടുകിട അതിനകത്ത് മാറ്റമില്ല. അങ്ങനെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ് CS സുജാത. MP ആയിരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ പോലും അവര് വേഷം ഒരുപക്ഷെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും.
അവരുടെ വേഷവിധാനം എങ്ങനെയാണെന്ന്. അവരെ കുറിച്ചാണ് പറഞ്ഞത്. നായരാണ് എന്തിനാണ് അവിടെ ജാതി പറയുന്നത്? എന്തിനാണ് അവിടെ ജാതി പറയേണ്ട ആവശ്യം എന്താ ജി സുധാകരനെ പോലൊരു നേതാവിന്? ജി സുധാകരൻ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ജാതിക്ക് അപ്പുറത്തേക്ക് നിന്ന്, അല്ലെങ്കിൽ ജാതിക്കെതിരായിട്ട് പോരടിച്ച ഒരു മണ്ണിലല്ലേ പിന്നെ സുധാകരൻ നിൽക്കുന്നത്. പുന്നപ്ര വയലാറിലെ സമര സഖാക്കന്മാരുടെ രക്തം വീണ് തുടുത്ത് കിടക്കുന്ന മണ്ണാണ്, ചുവന്ന് കിടക്കുന്ന മണ്ണാ. അവിടെ നിന്നുകൊണ്ട് പറയേണ്ട ഒരു വാചകമാണോ ജാതി? ജാതി നായന്മാരുടെ വീട്ടിൽ മാത്രമേ CS സുജാത പ്രചരണത്തിന് പോകൂ, നായരാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി തലയിൽ മുല്ലപ്പൂവും തുളസിപ്പൂവും വെച്ചുകൊണ്ടാ പോകുന്നതെന്ന്. എങ്ങനെ ഇരിക്കുന്നു ഇവരുടെ രാഷ്ട്രീയ മര്യാദ? ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഞാൻ വ്യക്തി എന്നേ പറയുള്ളൂ, ഇനി ഒരിക്കലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ UDF മൊത്തത്തിലുള്ള ഒരു സ്ത്രീ വിരുദ്ധത സത്യത്തിൽ ജി സുധാകരനിലേക്കും പടർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നായർ കാപാലികന്മാരാണ് ഭുവനേശ്വർ എന്ന് പറയുന്ന എൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയത് എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞുവെങ്കിൽ പിന്നീട് ജി സുധാകരൻ അത് വീണ്ടും മാറ്റുകയാണ്. CPMകാരും SFIക്കാരും ചേർന്നിട്ടാണ് കൊന്നത്, അങ്ങനെ വരെ പറയുന്ന ഒരു അവസ്ഥ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതാണോ എന്ന് ശരിക്കും പറയാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നേ. അല്ലെ, ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് പൊതുജനത്തിനിടയിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങുന്നത്. കോൺഗ്രസിന്റെ 25,000 വോട്ട്, CPMൽ നിന്ന് വരുന്ന 15,000 വോട്ട്, എനിക്ക് BJPയിൽ നിന്ന് വരുന്ന 5,000 വോട്ട്. എന്നിട്ട് ഇപ്പൊ ഇവിടെ എന്ത് മത്സ്യത്തൊഴിലാളികൾ മീൻ മണമുള്ള ഒരു മണല് ക്ഷേത്രത്തിൽ കൊണ്ട് വളപ്പിലടിച്ചു. കടൽ മണ്ണ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കടപ്പുറത്തു നിന്നേ കടൽ മണ്ണ് എടുക്കാൻ പറ്റൂ, അല്ലാതെ ഇവിടെ പോയിട്ട് ദ്വാരകയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അല്ലെ, അയോധ്യയിലെ മണ്ണ് കൊണ്ടുവന്ന് അടിക്കേണ്ട ആവശ്യമില്ല. അവിടെ കളർകോട് ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാലും കടലിന്റെ ചൂരുണ്ട്. അതിനായിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടൽ തീരമാണെന്ന് ആലപ്പുഴയ്ക്ക്. തൊട്ടപ്പുറത്തെ ആലപ്പുഴ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ച് കിടക്കുന്ന ആലപ്പുഴ ബീച്ച് കളർകോടിനടുത്ത് തന്നെയാണ്. അവിടെ നിന്നാൽ ഒരു കടലിന്റെ ചൂരടിക്കും. അത് ആലപ്പുഴക്കാരോട് ആലപ്പുഴയിലെ തീരദേശവാസികളോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും മനോഹര ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായ സ്ഥലം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ നോവൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായ പുറക്കാട് കടപ്പുറം എന്ന് പറയുന്ന ഈ ആലപ്പുഴയിൽ പെടുന്നതാണെന്നേ. ഇതൊക്കെ എന്താണ് ജി സുധാകരൻ മനസ്സിലാക്കാതെ പോകുന്നത്? അപ്പം ആലപ്പുഴയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതിൽ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ അവിടുത്തെ കർഷകരും ഈ കയറുവിരി തൊഴിലാളികളും എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്ര സംസ്കാരമാണ് ശരിക്കും ആലപ്പുഴയുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ. അത് ജി സുധാകരൻ നന്നായി അറിയാവുന്നതാണെന്നേ. ജി സുധാകരൻ ഇതൊക്കെ നന്നായിട്ട് അറിയാം. കാരണം ജി സുധാകരൻ നല്ല ഒന്നാന്തരം ഒരു നേതാവായിരുന്നു, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഒന്നാന്തരം ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു. ഒരു പക്ഷേ ഇടതു സൈദ്ധാന്തികൻ എന്ന് പറയുന്ന ലേബൽ ഒട്ടിച്ചിറങ്ങേണ്ടിയിരുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ജി സുധാകരൻ. എന്നാൽ സുധാകരൻ കുഴി മാറിപ്പോയി. ജി സുധാകരൻ ഇന്ന് ചാടിപ്പോയത് UDF പാളയത്തിലായിപ്പോയി. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയത്. ഇപ്പോ സ്വന്തം സഹോദരൻ ഭുവനേശ്വർ എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി ഉണ്ടായി. ആ രക്തസാക്ഷിയെ കൊന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ആ പാർട്ടിയാണ് കൊല്ലിച്ചതെങ്കിൽ എന്തിനായിരുന്നു ജി സുധാകരൻ സഖാവ് ഇത്രയും കാലം ആ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടത്? അത് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നോ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്താൻ വേണ്ടി നിന്നുകൊടുത്ത CPMകാരാണെന്ന്? ആ പാർട്ടി വെച്ച് നീട്ടി MLA സ്ഥാനം എന്തിനു സ്വീകരിച്ചു? ആ പാർട്ടി വെച്ച് നീട്ടിയ സ്ഥാനാർത്ഥിത്വം എന്തിനു സ്വീകരിച്ചു? ആ പാർട്ടി വെച്ച് നീട്ടിയ 2 തവണയായിട്ടുള്ള മന്ത്രിസ്ഥാനം എന്തിനു സ്വീകരിച്ചു? നിരാകരിക്കണമായിരുന്നു തന്റെ ഇടമുള്ള നേതാവായിരുന്നെങ്കിൽ അന്ന് ജി സുധാകരൻ. അതുണ്ടായില്ല. പകരം അതെല്ലാം തന്നിലേക്ക് ചേർത്ത് വെച്ചു. അതാണ് ജി സുധാകരൻ ചെയ്തത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പ്രായത്തിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമെന്നോണം പാർട്ടി മാറ്റി നിർത്തും. മുതിർന്ന നേതാക്കൾക്ക് പാർട്ടി കൊടുക്കുന്ന വലിയൊരു പ്രാധാന്യമുണ്ടെന്നേ ഇത് ജി സുധാകരൻ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും പോയി ചാടിക്കൊടുത്തത് ഈ പറയുന്ന UDF പാളയത്തിൽ ചെന്നപ്പോൾ അടിമുടി സ്ത്രീ വിരുദ്ധതയും വർഗീയതയും. ആലോചിച്ച് നോക്കൂ, അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ സംസ്കാരത്തെയല്ലേ ഇല്ലാതാക്കി കളഞ്ഞത്. അവിടെ ക്ഷേത്രങ്ങളിൽ മീൻ്റെ മണമുള്ള മണൽ വീഴും. അതങ്ങനെയാണ്, അവിടുത്തെ സംസ്കാരം അതാണെന്നേ. അവിടുത്തെ ക്ഷേത്രത്തിൽ വരുന്ന അവിടുത്തെ സാധാരണക്കാർക്കില്ല ആ ഒരു പരാതി. ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഒരു ഹിന്ദുക്കൾക്കും ആ ഒരു പരാതിയില്ല, ഞങ്ങൾക്ക് കിട്ടിയത് മീനിന്റെ മണമുള്ള മണ്ണാണെന്ന്. അവർക്ക് അങ്ങനെ ഒരു പരാതിയില്ല. കാര്യം എന്താ? അത് ഞങ്ങളുടെ ജീവശ്വാസമാണ്. അത് ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയൂ. ആലപ്പുഴയുടെ ഏറ്റവും വലിയ മനോഹരമായ കടൽ തീരമുള്ള നാടാണ് ആലപ്പുഴ. ഇതൊക്കെ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്നേ. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ആ നാട്ടുകാർ ജീവിക്കുന്നത്. അതിനിടയിൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിപ്പോരുന്നത് ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു നേതാവാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ധൈഷണികമായ അധപ്പതനത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുന്നത്.
എന്ത് തന്നെയാണെങ്കിലും അടുത്ത നാളെ ഒരു ദിവസം എത്തുമ്പോഴേക്കും ജി സുധാകരൻ ഈ പറഞ്ഞതിനെല്ലാം ജനം വിധി എഴുതും. മറിച്ചൊരു വിധിയായിരിക്കും. കാരണം ഒരിക്കലും ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അമ്പലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന് കൊടുത്തിരുന്നൊരു പ്രാധാന്യമുണ്ട്. അതൊരു വലിയ വിഗ്രഹത്തിന്റെ സ്ഥാനമായിരുന്നു. അതെല്ലാം വീണുടഞ്ഞ് സ്വന്തം നാടിനെയും നാട്ടുകാരെയും പോലും പുലയാട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവായി സത്യത്തിൽ ജി സുധാകരൻ മാറിയത് ഓർത്തിട്ട് ആ മനുഷ്യർ തിരുത്തി എഴുതും അവിടെ ചരിത്രം.